നമസ്കാരം, എല്ലാ മനഃപ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ തയ്യാറാക്കിയത് ക്ലൗഡ് ഫെയർ ടണലിനെ കുറിച്ചാണ്. ക്ലൗഡ് ഫെയറിനെ കുറിച്ച് പറയുമ്പോൾ ക്ലൗഡ് ബേസ്ഡ് നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ അവരുടെ മെയിൻ സർവീസുകളായിട്ട് വരുന്നത് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ, വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ, സീറോ ട്രസ്റ്റ് ആക്സസ് കൺട്രോൾ, ക്ലൗഡ് ഫെയർ ടണൽ. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സെക്യൂർ റിമോട്ട് ആക്സസിന് വേണ്ടിയാണ് ക്ലൗഡ് ഫെയർ ടണൽ യൂസ് ചെയ്യുന്നത്. DNS അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ക്ലൗഡ് ഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൗഡ് ഫെയറിൻ്റെ ഒരു സർവീസാണ് ക്ലൗഡ് ഫെയർ ടണൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൗഡ് ഫെയർ ടണൽ എന്ന് പറയുന്നത് ഒരു ഫ്രീ ഓപ്ഷനും ഉണ്ട്, അതുപോലെ തന്നെ പെയ്ഡ് ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഈ ക്ലൗഡ് ഫെയർ ടണൽ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം? ക്ലൗഡ് ഫെയർ ടണൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്യൂർ റിമോട്ട് ആക്സസിന് വേണ്ടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സർവീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെന്ന് വയ്ക്കുക. വെബ്സൈറ്റ് നമ്മൾ അതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്കൊരു ഡൊമൈൻ നെയിം ഉണ്ടായിരിക്കും, ഒരു ഹോസ്റ്റിംഗ് സ്പേസ് ഉണ്ടായിരിക്കും, പിന്നെ വെബ് കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്തതിന് ശേഷം ഹോസ്റ്റിംഗ് സ്പേസും അതുപോലെ തന്നെ ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സിൻ്റെ നിന്ന് വാങ്ങിയതിന് ശേഷം നമ്മുടെ വെബ് കണ്ടൻറ്റ് അതിൽ ഹോസ്റ്റ് ചെയ്യും. ഈ സർവീസുകളെല്ലാം ചെയ്യുന്നത് നമ്മൾ ഒരു തേർഡ് പാർട്ടീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കോസ്റ്റിംഗ് ഇൻവോൾവ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റിംഗ് നമുക്ക് കുറയ്ക്കണമെന്നെങ്കിൽ വെബ്സൈറ്റ് അതുപോലെ തന്നെ വെബ് ആപ്ലിക്കേഷൻസ് നമുക്ക് നമ്മുടെ ഓഫീസിലോ വീട്ടിലോ തന്നെ ഹോസ്റ്റ് ചെയ്തുകൊണ്ട് ഹോസ്റ്റിംഗ് ചാർജസിൽ നിന്ന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു 4-5 വെബ്സൈറ്റുകളുണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ കമ്പനിക്ക്. അങ്ങനെ വരുമ്പോൾ ഈ ക്ലൗഡ് ഫെയർ ടണൽ വഴി നമുക്ക് അത് നമ്മുടെ കണ്ടൻറ്റുകൾ നമ്മുടെ ഓഫീസിൽ തന്നെ ഹോസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്കിതിൽ കിട്ടുന്നുണ്ട്. സാധാരണ ഒരു കണ്ടൻറ്റുകൾ, അതായത് ഒരു വെബ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും വെബ് ആപ്ലിക്കേഷൻ കണ്ടൻറ്റുകൾ നമ്മുടെ ലോക്കൽ ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്ത് വാൻ നെറ്റ്വർക്ക് നമുക്ക് വ്യൂ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആക്സസ് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു പബ്ലിക് IP വേണം. പബ്ലിക് IPയോടൊപ്പം തന്നെ നമ്മുടെ റൗട്ടറിലോ അതുപോലെ തന്നെ ഫയർവാളിലോ നമ്മൾ പോർട്ട് ഫോർവേഡിങ് ഓപ്ഷൻ എനേബിൾ ചെയ്യണം. ഇപ്പോൾ പബ്ലിക് IP ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ DYDNS പോലുള്ള സർവീസുകൾ നമ്മൾ യൂസ് ചെയ്യണം. ഈ ടെക്നോളജി, അതായത് ക്ലൗഡ് ഫെയർ ടണൽ എന്ന് പറയുന്ന ടെക്നോളജി വെച്ച് നമുക്ക് ഈ DYDNSൻ്റെയോ അല്ലെങ്കിൽ പോർട്ട് ഫോർവേഡിൻ്റെയോ അല്ലെങ്കിൽ പബ്ലിക് IPയുടെയോ ആവശ്യം കൂടാതെ തന്നെ നമ്മുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ വെബ് കണ്ടൻറ്റുകൾ നമുക്ക് വാൻ നെറ്റ്വർക്ക് വ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനോ സാധിക്കും. അത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഡൊമൈൻ നെയിം നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡൊമൈൻ നെയിം ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ഗോഡാഡിയിൽ നിന്നാണ്. ഏകദേശം 10-20 വർഷമായിട്ട് ഞാൻ ഡൊമൈനുകൾ പർച്ചേസ് ചെയ്ത ഒരു പ്രൊവൈഡറാണ് ഗോഡാഡി. ഒരുപാട് പ്രൊവൈഡേഴ്സിൽ നിന്ന് മാർക്കറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് സൂട്ടബിളായിട്ട് തോന്നുന്നത് അവരിൽ നിന്ന് നിങ്ങൾക്ക് ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യാം. നമ്മൾ ഒരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്തു. ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഈ ടണൽ നമ്മുടെ സിസ്റ്റത്തിൽ എനേബിൾ ചെയ്തതിന് ശേഷം നമുക്കൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്ത് ആ വെബ്സൈറ്റ് നമുക്ക് പുറത്തു നിന്ന് എക്സ്റ്റേണൽ നെറ്റ്വർക്കിൽ നിന്ന് ആക്സസ് ചെയ്യാം. ആ ഒരു പ്രോസസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ക്ലൗഡ് ഫെയർ ടണൽ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ഡൊമൈൻ പർച്ചേസ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ആ ഡൊമൈൻ നെയിം ഇതാണ്, devhub.inc എന്ന് പറയുന്ന .com എന്ന് പറയുന്ന ഡൊമൈനാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ക്ലൗഡ് ടണൽ പ്ലസ് ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സർവീസ്, അതായത് വിൻഡോസിൻ്റെ ഒരു സർവീസാണ്. അതായത് നമ്മുടെ വിൻഡോസ് സിസ്റ്റത്തിന് ആഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഡൊമൈൻ സെറ്റപ്പ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് നമ്മുടെ വീട്ടിലെ ഒരു ലാപ്ടോപ്പിൽ, ഇപ്പോൾ എൻ്റെ ഒരു ലാപ്ടോപ്പിലാണ് ഞാനിപ്പോൾ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് വാങ്ങേണ്ടത് ഒരു വെബ് ഡൊമൈനാണ് നമ്മൾ വാങ്ങേണ്ടത്. ഇപ്പോൾ യൂഷ്വലി ഞാൻ വാങ്ങുന്നത് ഗോഡാഡിയിൽ നിന്നാണ്. എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ഉള്ളത് കാരണമാണ് ഈ പ്രോസസ്സ് നമ്മൾ ഗോഡാഡിയിൽ വഴി ഈ പർച്ചേസ് നമ്മൾ ഗോഡാഡി വഴി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡൊമൈൻ നെയിം അവൈലബിൾ ആണെന്ന് നോക്കാം. അപ്പോൾ ഡൊമൈൻ നമ്മൾ എടുത്തതിന് ശേഷം ഇവിടെ സെർച്ച് ഡൊമൈൻസ്, ഈ ഡൊമൈൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 3 വർഷത്തേക്ക് എടുക്കുമ്പോൾ ആദ്യത്തെ 1 വർഷം 1 രൂപയും പിന്നീട് വരുന്നത് 1499 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കാർഡിക്ക്
ആഡ് ചെയ്തു. ആഡ് ഓൺ സർവീസുകൾ നമ്മളൊന്നും എടുക്കുന്നില്ല. ഏകദേശം വരുന്നത് 2038 പ്ലസ് GST ആണ് വരിക. അപ്പോൾ ഇത് ടോട്ടൽ വരുന്നത് 2446 ആണ് 2 കൊല്ലത്തേക്ക് ഡൊമെയിൻ കോസ്റ്റ് ആയിട്ട് വരുന്നത്. പല ഡൊമെയിനും ഇപ്പോൾ .i എന്ന് പറയുന്നത് ഇതിനേക്കാളും ചീപ്പായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കമ്പനിക്ക് ഏതാണ് സൂട്ടബിൾ, നിങ്ങളുടെ ബിസിനസ്സിന് ഏതാണ് സൂട്ടബിൾ ആയ ഡൊമെയിൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ പേഴ്സണൽ ഡൊമെയിൻസും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഡൊമെയിനാണ് നീലങ്കാവിൽ .com എന്ന് പറയുന്നത്. ഇത് സാധാരണ ഞാൻ ബ്ലോഗ് ചെയ്യുന്നതിന് വേണ്ടി പർച്ചേസ് ചെയ്ത ഡൊമെയിനാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡൊമെയിൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ ആ ഡൊമെയിൻ്റെ അണ്ടറിൽ ഒരു സബ് ഡൊമെയിനാണ് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡൊമെയിൻ ഇപ്പോൾ പർച്ചേസ് ചെയ്ത് വാങ്ങുകയാണ്. ഇപ്പോൾ ഇത് പ്രൈവസി ഉള്ളത് കൺസേൺ ഉള്ളത് കാരണം ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ്. നമ്മൾ ഡൊമെയിൻ പർച്ചേസ് ചെയ്തു. അപ്പോൾ നമ്മുടെ പുതിയ ഡൊമെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ഡൊമെയിൻ ഞാൻ ഓൾറെഡി ഇതാണ് നമ്മുടെ പുതിയ ഡൊമെയിൻ വരുന്നത്. ഇത് October 26 അപ് ടു 2027 വരെ നമുക്ക് ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഡൊമെയിൻ്റെ DNS ആണ് നമ്മൾ ഇനി ചേഞ്ച് ചെയ്യേണ്ടത്. ക്ലൗഡ്ഫെയറിൻ്റെ DNS ആയിട്ട് നമ്മൾ മാറ്റണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ക്ലൗഡ്ഫെയറിൽ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഫ്രീ ആയിട്ട്. ഇപ്പോൾ ഓൾറെഡി ക്ലൗഡ്ഫെയറിൻ്റെ അക്കൗണ്ടും എനിക്ക് എക്സിസ്റ്റ് ഉള്ളത് കാരണം ഞാൻ അത് തന്നെ യൂസ് ചെയ്യുകയാണ്. ഫ്രീ ആയിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ക്ലൗഡ്ഫെയർ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തു. ഓക്കെ, ഇതിനുശേഷം നമ്മൾ ഇന്ന് പർച്ചേസ് ഇതിനുശേഷം നമ്മൾ ഈ പർച്ചേസ് ചെയ്ത ഈ ഡൊമെയിൻ ക്ലൗഡ്ഫെയറിൻ്റെ DNSൽ നമ്മൾ ആഡ് ചെയ്യാണ്. ഓൺ ബോർഡിങ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് പ്രോസസ്സാണ്. നമുക്ക് ഫ്രീ പ്ലാൻ ചൂസ് ചെയ്താൽ മതി. ക്ലൗഡ്ഫെയർ ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഓൾറെഡി നമ്മുടെ DNS ഗോഡാഡിത്തെ DNS അത് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് DNS. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അത് ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കോപ്പി ചെയ്തു. അതിനുശേഷം ചേഞ്ച് നെയിം സെർവർ, രണ്ടാമത്തെ നമ്മുടെ ഈ ഡൊമെയിൻ നെയിം ക്ലൗഡ്ഫെയറിൻ്റെ DNSുമായിട്ട് ആഡ് ചെയ്യാണ് ചെയ്തത്. ഈ ഡൊമെയിൻ്റെ DNS റെക്കോർഡ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ. ഇത് ബൈ ഡിഫോൾട്ടായിട്ട് വരുന്ന DNS റെക്കോർഡുകളാണ്. നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇത് എല്ലാതും ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ്. ഓക്കെ, ഇപ്പോൾ DNS റെക്കോർഡുകളൊന്നും ഈ ഡൊമെയിൻ്റെ അണ്ടറിലില്ല. ഇനി ചെയ്യേണ്ടത് ക്ലൗഡ് ഫെയർ ടണലാണ് കോൺഫിഗർ ചെയ്യുന്നത്. അതിന് നെറ്റ്വർക്കിന് പോയതിനു ശേഷം ടണൽ. എനിക്ക് ഒരുപാട് ഞാൻ ടെസ്റ്റിങ്ങിന് വേണ്ടി ഒരുപാട് അത് വേറെ ടണലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്കൊരു പുതിയ ടണൽ സെറ്റ് ചെയ്യാം. ഇവിടെ ക്ലൗഡ്ഫെയർ, ഈ ടണലിൻ്റെ പേര് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഡൊമെയിൻ നെയിം തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, സേവ് ടണൽ. ഇനി നമുക്ക് ചൂസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ്, മാക്, പിന്നെ
മറ്റ് ലിനക്സ് വെർഷൻസും ഇതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്കിതിൽ ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ വിൻഡോസ് ബേസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. സെക്യൂരിറ്റി എനിവേ നോ പ്രോബ്ലം. ചെയ്ത് കഴിഞ്ഞു. ഇനി ഓക്കെ, നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിലാണ് പോകുന്നത്. അപ്പോൾ റൺ കമാൻഡ് ആസ് എ അഡ്മിനിസ്ട്രേറ്റർ. അതിനുശേഷം ഈ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എൻ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻസ്റ്റാളേഷൻ ക്ലൗഡ്ഫ്ലവർ വിൻഡോസ് സർവീസ് ഏജൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം സർവീസ് ആക്ടിവേഷൻ ആയിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത ടണൽ. ഓക്കെ, ISS ഇൻസ്റ്റാളേഷനാണ്. അങ്ങനെ നമ്മൾ പ്രോഗ്രാം ആൻഡ് ഫീച്ചേഴ്സിലാണ് നമ്മൾ പോകേണ്ടത്. ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഫോൾട്ട് വെബ്സൈറ്റ് ഇതാണ്. അത് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ലോക്കൽ ഹോസ്റ്റ് ഇത് നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൽ നമ്മുടെ ഡിഫോൾട്ട് പേജ് വെബ്സൈറ്റ് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ടണലിൽ നമ്മൾ ഈ സർവീസ് ആഡ് ചെയ്യാം. വെബ് സർവീസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി ഇവിടെ നമ്മുടെ ഡൊമെയിൻ നെയിമാണ് ചൂസ് ചെയ്യേണ്ടത്. HTTP ആണ് നമ്മുടെ ഈ സൈറ്റ്. HTTP ആണ്. അപ്പോൾ HTTP എനേബിൾ ചെയ്യാം. അതിനുശേഷം ലോഗിൻ ചെയ്ത് നോക്കാം. നമ്മുടെ സൈറ്റ് ഇപ്പോൾ അപ്പായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബൈ ഡിഫോൾട്ട് വെബ് പേജിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നോട്ട് പാഡിൽ ഒരു HTML കോഡ് ഓൾറെഡി ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് കോപ്പി ചെയ്തു. അതിനുശേഷം ചില കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. ഇതൊരു ജസ്റ്റ് സാമ്പിൾ സിംഗിൾ പേജ് വെബ്സൈറ്റ് ആണ്. ഇത് സേവ് നമ്മൾ index.html ഡെസ്ക്ടോപ്പിലാണ് ഇപ്പോൾ സേവ് ചെയ്തതാണ്. അത് ഓപ്പൺ ചെയ്ത് നോക്കാം. index.html ഇതാണ് വെബ്സൈറ്റ്. ഈ വെബ് പേജ് നമ്മൾ നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൽ നമ്മളിത് പേസ്റ്റ് ചെയ്യാം. നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വെബ്സൈറ്റ് മാറി. ഈ രീതിയിൽ നമുക്ക് എന്ത് കണ്ടന്റും വെബ് ആപ്ലിക്കേഷനുള്ള കണ്ടന്റുകൾ നമുക്ക് നമ്മുടെ ലോക്കൽ പീസിൽ നിന്ന് ഹോസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പുറത്ത് എക്സ്റ്റേണൽ നെറ്റ്വർക്കിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റ് മാത്രമല്ല, ഏത് തരത്തിലുള്ള വെബ് ആപ്ലിക്കേഷൻസും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു പബ്ലിക് IP-യുടെയോ ഒരു പോർട്ട് ഫോർവേഡ് സർവീസുകൾ കൂടാതെ തന്നെ വളരെ സെക്യൂറായിട്ട് ക്ലൗഡ്ഫെയറിൻ്റെ വളരെ സെക്യൂർ കണക്ഷൻ വഴി നമ്മുടെ കണ്ടന്റിനെ വാൻ നെറ്റ്വർക്കിന് എക്സ്പോസ് ചെയ്യാൻ സാധിക്കും.
നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു.